ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ചീരത്തോരനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചീര കിട്ടി, ഫ്രഷ് ആയിട്ടുള്ളത്, അതും ചുമന്ന ചീര. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മേടിച്ചു. നമുക്ക് തോരൻ വെച്ചാലോ? പാൻ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാവേ. നല്ല എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്ന അറിയാം, ഞാൻ വെക്കുന്ന സ്റ്റൈല് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ചീരത്തോരൻ. കാരണം പണ്ട് സ്കൂളിൽ അമ്മ തന്ന് വിടുവേ, ചോറിൻ്റെ മുകളിൽ ഇത് വച്ച് കഴിയുമ്പം അതിൻ്റെ കളറെല്ലാം കൂടെ ചോറിനകത്തേക്ക് ഇറങ്ങൂലേ. അതൊക്കെ കഴിക്കാൻ അന്നൊക്കെ ഒരു ഇഷ്ടവും സന്തോഷമൊക്കെ ആയിരുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴും ആ ഇഷ്ടം എപ്പോഴും തന്നെ ഉണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇല ഇട്ട് കൊടുത്താലോ, ചീര ഇട്ട് കൊടുത്താലോ. പറഞ്ഞ് എന്തൊക്കെയോ മാറിപ്പോന്നു. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒത്തിരി ഉണ്ടാവും, ഇത് ചെറുതായിക്കോളും കേട്ടോ. ചൂടായി കഴിയുമ്പോൾ അത് ചെറുതായിക്കോളും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും പിടിക്കട്ടെ. കാരണം ഇല ആയതുകൊണ്ട് എല്ലായിടത്തേക്കും ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് താമസിക്കും. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാലേ ആ ഉപ്പൊക്കെ അങ്ങ് പിടിക്കുകയുള്ളൂ. ഇത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചതായിരുന്നു ചീരയെ. അത് കഴിഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തതാണേ. എന്നാലും നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വല്ല വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. വിഷമൊക്കെ അടിച്ചാണോ ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവേ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തോരനും ആവും, എളുപ്പമാണ് പണിയും, നല്ല സ്വാദിഷ്ടമായതും ഹെൽത്തിന് നല്ലതുമാണ് ചീര. മൂടി വെച്ച് വേവിച്ചെടുക്കാം. പകുതി വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ച് അങ്ങനെയൊന്നുമല്ല ചേർക്കുന്നത്, ഫ്രഷായിട്ട് അപ്പോൾ ഇട്ട് കൊടുക്കുകയോ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് തേങ്ങയൊന്ന് വാട്ടി, ഒന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മതി ചൂടത്ത്. ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാം. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബായ്.